നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി. അങ്ങനെ കേരളത്തിലെ 10 വർഷത്തിന് ശേഷം UDF ഗവൺമെൻറ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നാളെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. എല്ലാ മന്ത്രിമാർക്കും, വിശിഷ്യ മുഖ്യമന്ത്രി VD സതീശൻ അവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അകമന്യ നന്ദിയും ആശംസകളും അഭിനന്ദനങ്ങളും. എന്ത് ചെയ്താലും അതിൻ്റേതായ പരാതികളുണ്ടാവും. ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ TH മുസ്തഫ സാഹിബിൽ മരിച്ചുപോയ അദ്ദേഹത്തിന് വാപ്പുണ്ട്, TK ഹൈദ്രോസ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൾ കൊച്ചിയിൽ 9 ഫാമിലി കല്യാണം കഴിഞ്ഞു. അതിന് നല്ല മട്ടൻ ബിരിയാണി, പിന്നെ കൊക്കക്കോള ഇല്ല എന്നാണ് ജിഞ്ചർ ഇഞ്ചി ചേർത്തൊരു കളറ് എന്നിട്ട് വലിയ ഡിമാൻഡാണത്. അതുണ്ട്. അത് ശരി പൂവുമ്പോഴും കൊടുത്തു. അപ്പോൾ സാധാരണക്കാരെല്ലാം ഈ മട്ടൻ ബിരിയാണിക്ക് ശേഷം ജിഞ്ചർ കടിച്ച് വയറ് ഫുള്ളായി. ഇപ്പോൾ പൂവുമ്പോഴും പുള്ളി കൊടുത്ത് ഏറ്റവും മകളുടെ കല്യാണമല്ലേ കുറച്ച് നാടൻ പ്രദേശമൊക്കെ ഉള്ളൂ. നല്ല പൂവ് വലിപ്പം കിള്ളുക, തിന്ന തീരുമില്ല, വയറ് നടന്നില്ലേ. അപ്പോൾ അതിൽ ചിലർ പറയാണ് ഈ കള്ളം കാക്ക തിന്നാ തീരാത്ത പൂവുമ്പോഴും തന്നിരിക്കും എന്നൊരു കുറ്റം പറയും. ഇതാണ് മനുഷ്യൻ്റെ മനസ്സ്. മറ്റൊന്ന്, വലിയൊരു വലിയൊരു വൈറ്റ് ബോർഡ് കാണിച്ച് അതിൽ കറുത്തൊരു പൊട്ട് കാണിച്ചപ്പോൾ ജനങ്ങളെല്ലാം കറുത്ത പൊട്ട് കാണുന്നുള്ളൂ, വൈറ്റ് കാണുന്നില്ല. അപ്പം എന്തെങ്കിലും പോരായി കിട്ടിയെങ്കിൽ അത് മാത്രമേ കാണുള്ളൂ പബ്ലിക്ക്. അത് മനുഷ്യ സഹജമാണ്. അതൊന്നും ആർക്കൊണ്ടും പരിഹരിക്കാനും പറ്റില്ല. ഏതാണ്ട് VD സതീഷ് അവരുടെ മന്ത്രിസഭയിലെ മന്ത്രി നിർണയം നടത്തിയത് ഏതാണ്ട് എല്ലാ മേഖല ഉൾക്കൊണ്ടു ആദ്യത്തൊക്കെ ഒപ്പിച്ചാണ്. ആകെ 21 പേരല്ലേ ഉള്ളൂ, 140 MLA. അപ്പോൾ 7 MLAക്ക് ഒരു മന്ത്രിയാണ് സാധാരണ. അപ്പോൾ ഇവിടെ ഇത്ര ഉള്ളെങ്കിൽ 3-ന് 1 വരാം. എങ്ങനെയാലും എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുതുമുഖം വേണം, വനിത വേണം, ന്യൂനപക്ഷം വേണം, ഭൂരിപക്ഷം വേണം, നായർ വേണം, ചോൻ വേണം, വിലയൻ വേണം, ദളിത് വേണം, പിന്നെ സീനിയർ ആൾക്കാർ വേണം, എല്ലാവരും വേണം. ആകെ 21 ചെയ്യണം. അപ്പോൾ നിലക്ക് മുസ്ലിം ലീഗിൻ്റെ 5 മന്ത്രിമാർ, അതിൽ ഇബ്രാഹിം സാഹിബിൻ്റെ മകൻ. വളരെ ഒരു ഉചിതമായ തീരുമാനമാണ് ലീഗ് എടുത്തത്. കാരണം മധ്യ കേരളത്തിൽ ഉത്തര കേരളത്തിലും ഒരു ആകെയുള്ള പ്രാതിനിധ്യമാണ് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തത്. അത് യുവാവ് എന്ന നിലയിൽ അതൊക്കെ മുസ്ലിം ലീഗിന്റെ തൊപ്പിലൊരു പൊൻതൂവലാണ്. അതൊക്കെ അന്ന് തെറ്റു പറയാൻ പറ്റില്ല. എനിക്ക് മുസ്ലിം ലീഗിനോട് ആകെ കൂടി ഒരു പരാതി അന്ന് എന്നുള്ള ഒരേ ഒരു പരാതി മാത്രമേ ഉള്ളൂ. കഴിവെങ്കിൽ ആ സമുദായ പേരൊന്ന് ഒഴിവാക്കിയാൽ വലിയ മെച്ചാണ്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയ പരാതി ബാണിസി കാപ്പൻ പരാതി വരുന്നുണ്ട്. സഭ, ലത്തീൻ സഭ നാളത്തെ പരിപാടി പങ്കെടുക്കുന്നില്ല. ഈ ലത്തീൻ സഭയും ബാണിസി കാപ്പനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ജനസംഖ്യ വച്ച് നോക്കിയാൽ 15% കേരളത്തിൽ. 15% ആണെങ്കിൽ 21 മന്ത്രിക്ക് 3 മന്ത്രി കിട്ടുള്ളൂ. ഇപ്പം ഇതിന് ഇരട്ടിയിട്ട് അവർ നായർ വിഭാഗം 9%. അവർക്കുണ്ട് ഇരട്ടിയിൽ കൂടുതൽ. ഇനിയും എല്ലാ വിഭാഗത്തും കൊടുക്കൽ സഭയ്ക്ക് വേറെ വേണം, പിന്നെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി വരുന്നത് അവർക്ക് വേറെ വേണം. എല്ലാം കൂടി എങ്ങനെ കൊടുക്കും? 3 മന്ത്രിയുടെ സ്ഥാനത്താണ് നിങ്ങൾ ഇരട്ടി തന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ പറഞ്ഞ് ജനസംഖ്യക്ക് ആനുപാതികം വേണം എന്ന് പറഞ്ഞ ആ മുദ്രാവാക്യം മാറ്റിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന പോലെയുള്ള പ്രാതിനിധ്യം ഞങ്ങൾക്ക് വേണമെന്ന് പറയും. അപ്പോൾ 10% 6 മന്ത്രി കൊടുക്കുമ്പോഴും 33% എത്ര വേണം? 20 മന്ത്രി വേണം. ആ 21 ഉള്ളൂ. അല്ല 15% 6 മന്ത്രി കൊടുക്കും, 33% എത്ര വേണം? 13 മന്ത്രി വേണം. ആകെ 21 ഉള്ളൂ. അതൊക്കെ ഞങ്ങളെപ്പോലുള്ള വിഭാഗങ്ങളെ കൊണ്ട് നിങ്ങൾ ചിന്തിപ്പിച്ച് ഇങ്ങനെയൊക്കെ പ്രതിനിധി നടത്താൻ അവസരം കൊടുക്കല്ലേ. അതല്ലെങ്കിൽ അപകടമല്ലേ? ഇതൊന്നും പിന്നെ വേറൊരു കാര്യങ്ങൾ ഇന്ന വകുപ്പ് ഇന്ന ആൾ കൊടുക്കാൻ പാടില്ല. അതൊക്കെ മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ്. 6 മന്ത്രിക്ക് കൊടുക്കണം, ഏത് വകുപ്പ് കൊടുക്കണുള്ളത് തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരം. അതിലെപ്പോലെ സഭയോ അല്ലെങ്കിൽ മറ്റ് SNDPയോ ഒന്നും ഇടപെടാൻ നിങ്ങൾ യാതൊരു ചോയ്സും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് സ്ഥാനം ചോദിക്കാൻ തെറ്റില്ല. ഇപ്പം ലത്തീൻ കത്തോലിക്ക് അവർ വിഭാഗത്തിന് വിശേഷ മന്ത്രി വേണമെന്ന് പറയാം. പക്ഷെ മുസ്ലിം ലീഗ് കൊടുക്കാൻ എന്ന് പറയുന്നത്
തെമ്മാടിത്തരൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ നമ്മുടെ ഭാഷ വല്ല, അതൊക്കെ അക്ഷന്തവ്യമായ തെറ്റാണ് സഭയെ. അത് പറയരുത്. നിങ്ങൾ നമ്മുടെ ആദ്യമായിട്ട് നമുക്കുള്ള കഴിവ് മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ കഴിവേട് മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ കഴിവേട്? നിങ്ങളാണ് പറഞ്ഞ് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് നിങ്ങളല്ലേ? രേഖാമൂലം ഹൈക്കോടതി സമ്മതിക്കുകയും ചെയ്തില്ലേ? അതിൽ 80-20 കേസിൽ ഒരു 2% പോരെ കേട്ട് അത് വേണം നിങ്ങൾ വാങ്ങിച്ചെടുത്തില്ലേ? ഇവിടെ വരുമ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ വരുമ്പോൾ അത് പറ്റൂല, അങ്ങനെ വരുമ്പോൾ അത് പറ്റും. അങ്ങനെയുള്ള അഭ്യാസമൊന്നും ആരും എടുക്കേണ്ട. അത് വെള്ളാപ്പള്ളിയായാലും സുകുമാരൻ നായരായാലും ആ സഭയാണെങ്കിലും നിങ്ങൾക്കെല്ലാം ഓരോ പൊസിഷനുണ്ട്, ഒരു സ്ഥാനമുണ്ട്. ഇതൊക്കെ നമ്മളെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. ആ ബഹുമാനവും ആദരവും നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ അതുപോലെ പ്രവർത്തിക്കണം. അതല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. പല പല ബോർഡിൽ നിന്ന് ചില പരാതികളുണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, പിന്നെ മുസ്ലിം ലീഗിന് ഇന്ന് കൊടുക്കാൻ പാടില്ല, ഇന്ന മന്ത്രിസ്ഥാനം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഉചിതമല്ല. അത് സുകുമാരൻ നായർ പറഞ്ഞാലും വെള്ളാപ്പള്ളി പറഞ്ഞാലും സഭ പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. പക്ഷെ വേറൊരു കാര്യമുള്ളത്, പ്രാതിനിധ്യം വെച്ച് നോക്കിയാൽ ഈഴ സമുദായത്തിന് പോരായികയുടെ മന്ത്രി, ഈഴ സമുദായത്തിൽ 5 മന്ത്രികൾ വേണം. പക്ഷെ ഇപ്പോൾ 2 മന്ത്രി ഉള്ളത് എൻ്റെ അറിവ്. എന്താ കാരണം? ഈഴ വിഭാഗത്തിൽ 85% പേരും വോട്ടിരിക്കുന്ന LDF-നാണ്, ബാക്കിയുള്ള കുറച്ച് BJP-ക്കാണ്. വളരെ കുറച്ച് 100 പേര് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ട് പോലും UDF-ന് കിട്ടിയിട്ടില്ല. പിന്നെ ഇതിപ്പോൾ എങ്ങനെ കൊടുക്കും? ഇനി കൂടുതൽ സ്ഥാനാർത്ഥി വയ്ക്കാൻ വോട്ട് കിട്ടണ്ടേ? സ്ഥാനാർത്ഥി വെച്ചാൽ മതിയോ? ഇപ്പം ബീഹാറിൽ 100 സീറ്റ് ചോദിച്ച് ആ മണ്ടൻ ലാലുവിൻ്റെ മോൻ 100 സീറ്റ് കോൺഗ്രസ് കൊടുത്തു. അത് 25 ജയിച്ചുള്ളൂ, 4 ജയിച്ചുള്ളൂ. ആ ഒറ്റ കാരണം കൊണ്ടാണ് ബീഹാറിൽ ഭരണം പോയത്. സീറ്റ് ചോദിച്ചാൽ അത് ജയിപ്പിച്ചെടുക്കണ്ടേ? അതൊക്കെ വെച്ചൊക്കെ ഇന്നത്തെ കണ്ടീഷനിൽ UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന പാർട്ടിക്ക് ഇതിൽ കൊള്ളൊന്നും ഒരു നീതി പുലർത്താൻ പറ്റില്ല. ഇപ്പം മുസ്ലിം സമുദായം ഞങ്ങൾ അന്ന് പോലെ ഞങ്ങൾ ഒരു ഡിമാൻഡ് വയ്ക്കുന്നില്ല, ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കൊണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ. അത് തെറ്റുമല്ല. അപ്പോൾ 6 മന്ത്രി സ്ഥാനമുണ്ട്, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുത്തു. അപ്പോൾ ഏതാണ്ട് 7 മന്ത്രിക്ക് തുല്യമാണ്. അതൊരു പരിധി ശരിയാണ്. അതുപോലെ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നൊക്കെ പറഞ്ഞാലും ചിന്തിക്കുന്നതും തല്ലുകൊള്ളാത്തതുകൊണ്ടാണ്. അത് ചിന്തിക്കുകയില്ല, ഞങ്ങൾ അങ്ങനെ ഒരിക്കലും പറയില്ല, അന്യായമായിട്ടൊന്നും പറയില്ല. ആള് മന്ത്രിയാക്കാൻ പാടില്ല, ഇയാൾ മന്ത്രിയാക്കാൻ പാടില്ല, ഇയാളെ മന്ത്രിയാക്കണം, അങ്ങനെ ഒന്നും പറയില്ല. ഞങ്ങൾക്ക് പറഞ്ഞാൽ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ വേണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ UDF ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് പിന്നെ ഇത് കത്തിക്കലുണ്ടല്ലോ, കോലം കത്തിക്കലൊക്കെ, അതൊന്നും വേണ്ട. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇന്നും ഭരണത്തിലാണ്. കേരളത്തിൽ 10 വർഷം ഭരണത്തിലാണ്. അപ്പം നിങ്ങൾ അണികളെ ഒന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. SNDP നേരിട്ട് ഭരണത്തിലില്ല, വെള്ളാപ്പള്ളിയും പിന്നെ NSS-ഉം ഭരണത്തിലില്ല. അവർക്ക് സാംസ്കാരിക സംഘടനയാണ്. അപ്പം സാംസ്കാരിക സംഘടനകൾ എന്തൊരു വീഴ്ച വന്നാലും ഭരണകക്ഷി എന്ന നിലയിൽ നിങ്ങൾ കുറച്ചുകൂടി മിതത്വം പാലിക്കണം. നിങ്ങൾ അണികളോട് പ്രത്യേകം പറയണം. ഞാൻ ഒരു കാര്യം വീണ്ടും സൂചിപ്പിക്കുന്നത്, അന്ന് KT ജലീലിനെ നമുക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. ജലീലിന് തോറ്റതിന് ശേഷം ആടിൻ്റെ തല കാണിച്ച്, രക്തം ഒഴുകുന്ന ആടിൻ്റെ തല കാണിച്ച് പ്രകടനം നടത്തിയെങ്കിൽ അത് വളരെ തെറ്റാണ്. അതിൽ മറ്റു കാര്യം സുകുമാരൻ നായർ അല്ല വെള്ളാപ്പള്ളി പറഞ്ഞു, എന്താണ് മാത്യു കൊയിൽനാടൻ്റെ ഫോട്ടോ കഴുത്ത് വെട്ടിയത്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. മാത്യു കൊയിൽനാടൻ അഭിപ്രായം പറഞ്ഞു, അത് ശരിയല്ല എന്ന് നമുക്ക് മിതമായിട്ട് പറയാം. ഒരു കാര്യം 2 രീതിയിൽ പറയാം. ഒന്ന് നേടിയെടുക്കുക, ഒന്ന് അലമ്പുണ്ടാക്കി നമുക്ക് നേടിയിട്ട് എന്താ കാര്യമുള്ളേ? അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷ നേടി, അത് വലിയ നേട്ടമാണ്. അതുപോലെ SNDP എന്ന് പറയുന്ന സംഘടനയെ വെള്ളാപ്പള്ളി നമുക്ക് അകത്തിക്കളയേണ്ടതല്ല. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ കൂടി നിർത്തേണ്ട ഏറ്റവും വലിയ ശക്തമായൊരു പ്രസ്ഥാനമാണ് SNDP. വെള്ളാപ്പള്ളി നടേശനൊക്കെ അദ്ദേഹം അത്ര വലിയ വിദ്യാഭ്യാസമുള്ള വലിയ പരിചയമുള്ളതല്ലോ, ഒരു ബിസിനസ്സുകാരനല്ലേ. അതിനെ പോരായി കണ്ടെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ലീഗ് അണികളും കുറച്ചുകൂടി മിതത്വം പാലിക്കണം. അത് സുകുമാരൻ നായർക്ക് കുറച്ചുകൂടി പ്രിവിലേജുള്ള കക്ഷി സമുദായമാണ് നായർ സമുദായ കാലത്ത്. അപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു വീഴ്ചകൾ വന്നാൽ നമ്മൾ കുറച്ചുകൂടി ക്ഷമിക്കണം. വെച്ചാൽ അവരങ്ങനെ പ്രിവിലേജ് അതിൽ വളർന്നു വന്നൊരു സമുദായമാണ്. ഇപ്പോൾ കാലം മാറിയെങ്കിലും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി മിതത്വം പാലിച്ച് ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാം? ഇടത് വലതും മറ്റും മാറ്റിവെച്ച് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാം എന്ന് ചിന്തിക്കണം. നമ്മൾ പറഞ്ഞല്ലേ, ഒരു രാഷ്ട്രീയക്കാരൻ വരുന്ന ഇലക്ഷനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ.
ഒരു രാഷ്ട്രമീമാംസകൻ അടുത്ത തലമുറക്ക് വേണ്ടി ചിന്തിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും മുന്നിൽ വന്ന് എന്നെക്കാളൊക്കെ എത്രയോ ജൂനിയർ ആൾക്കാർ മന്ത്രിയായിട്ടുണ്ട്. നമ്മൾ പഞ്ചായത്ത് മുമ്പ് അകത്ത്, കാരണം എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറി കുറുക്ക് വഴി അധികാരം നേടി ആളാകും നല്ല നമുക്ക്. നമ്മൾ രാഷ്ട്രമീമാംസയാണോ എന്ന് ഞാൻ പറയുന്നില്ല, എന്ന് ചിന്തിക്കുക. വരും തലമുറക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നത്, വരും തലമുറക്ക് വേണ്ടി. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ തലമുറയിൽ അല്പം ഒറ്റപ്പെടേണ്ടി വരും. ആ ഒറ്റപ്പെടൽ ഞങ്ങളൊക്കെ ശരിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അത് പല കാര്യങ്ങളും ഇന്നത്തെ തലമുറക്ക് മനസ്സിലാക്കാതെ വരുമ്പോൾ അത് അടുത്ത തലമുറയൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കാലം കഴിയും. അതെല്ലാം ഞാൻ മഹാനെന്ന് പറയുന്നതെങ്കിലും മഹാന്മാരുടെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അവർ പറയുന്ന കാര്യങ്ങളൊന്നും അവർ കാലഘട്ടത്തിൽ പറ്റില്ല. അവർ കാലഘട്ടം കഴിഞ്ഞ് സർപ്പാക്കും ഇദ്ദേഹം ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു മഹാൻ എന്ന് പറയാം. അത് മഹാന്മാരും ഞാൻ മഹാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല, കാരണം അതിന് പറയാനുള്ള യോഗ്യത എനിക്കില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി ശ്രീമൻ സതീഷ് അവകളെ നാളെ സത്യപ്രതിജ്ഞ മുഖ്യമന്ത്രി സ്ഥാനം ഏൽക്കുന്ന സതീഷ് അവകളെ അടുത്ത 2 വർഷത്തേക്ക് നിങ്ങൾ അണക്കുണെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതെ, പ്രതിപക്ഷത്തോട് പ്രത്യേകം പറയാണ്, ഉണ്ടാക്കാതെ ജനനന്മക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കാം. ഒരു പക്ഷേ 2026, 2029 നമ്മുടെ 2024, 2029 ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ. അതോടൊപ്പം തന്നെ 2 ഇലക്ഷൻ ഒരേ ഇലക്ഷൻ ആക്കണം എന്നൊക്കെ തീരുമാനം BJP പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പാസ്സാക്കാതെ കിടക്കാണ്. ഇപ്പം ഇനി പാസ്സാക്കാം. പശ്ചിമബംഗാളിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ രാജ്യസഭയിലേക്ക് വരും, ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കും. അത് പാസ്സാക്കി വന്നാൽ ഒരു പക്ഷേ 2029 കേരള അസംബ്ലി ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ ഒരുപോലെ ആയിരിക്കും. അതിൻ്റെ ഗുണമുണ്ട്, അതിൻ്റെ ദൂഷ്യമുണ്ട്. ഇനി ഒരു കാര്യം നമ്മൾ പറയുകയാണ്, അതായത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കട്ടെ. ഈ MLA ജയിച്ച് അവരിൽ നിന്ന് എടുക്കുന്നതൊക്കെ നല്ലത്. ജനങ്ങൾ നേരിട്ടെടുക്കട്ടെ എന്ന് എന്താ കുഴപ്പം? അതിൽ ചില അപാകത ഉണ്ടെന്ന് വെച്ചാൽ അറിയോ, ഇപ്പോൾ ഇന്ന ഒരാൾ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്ത് രഹസ്യമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഇന്നത്തെ കണ്ടി നടക്കും. പക്ഷെ അങ്ങനെ വന്നാൽ ആകില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കാരണവശാലും എല്ലാ വിഭാഗത്തിൽ നിന്ന് ഒരാൾ ഒരിക്കലും വരില്ല. അതാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അമേരിക്കയിൽ നടക്കുമ്പോൾ പറഞ്ഞാൽ നമ്മളതിനെ അന്ന് നമ്മുടെ പൂർവികർ എതിർത്തത്. ഇന്നത്തെ നല്ലതാണ് നല്ലത്. അതിൽ അങ്ങനെ അപാകതയുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ വൺ ഇലക്ഷൻ എന്നുള്ള രീതി അതിൻ്റെതായ അപാകതകളുണ്ട്, അപകടങ്ങളുമുണ്ട്. എങ്കിൽ ഒരുപക്ഷെ BJP ഗവൺമെൻറ് ആ നിയമം കൊണ്ടുവന്നേക്കാം. കാരണം ഭൂരിപക്ഷം കിട്ടിയ എന്ത് നിയമം ഉണ്ടാക്കാമല്ലോ. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ 29 ഇലക്ഷൻ വരും. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്രസക്തിയൊന്നും ഇല്ലാതെ പോവുകയാണ്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ഇന്നത്തെ സംഭവത്തിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കുകയായി. നന്ദി. ജയ് ഹിന്ദ്.